നമ്മൾ വിചാരിക്കും നമ്മളുടെ ഈ ജനപ്രതിനിധികളായിട്ടൊക്കെ വരുന്ന ആൾക്കാരെ നല്ല ബോധമുള്ള മനുഷ്യരായിരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ഈ റിയാക്ഷൻ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആയാലും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഫെനി നൈനാന്റെ ആയാലും ഈ അവരുടെ ഒരു പ്രതികരണം കണ്ടില്ല. അവര് പ്രതിരോധിക്കുന്നത് ആരെയാണ്? ഒരു ജീവിതം തകർന്നു പോയ അല്ലെങ്കിൽ മാനസികമായിട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്ന അത്രയ്ക്കും എല്ലാം നശിച്ച ഒരു സ്ത്രീയോടാണ് ഇവര് അതും പരസ്യമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുവാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അവരെ യുദ്ധം ചെയ്ത് വീണ്ടും മാനസികമായിട്ട് നീ എന്താണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാത്തത് എന്നുള്ള രീതിയിലുള്ള കമന്റുകളും അത്രയ്ക്കും PR വർക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം നമ്മളെ നടിയുടെ കേസിൽ കണ്ടതിനേക്കാളും കൂടുതലായിട്ടാണ് എനിക്ക് ഈ ഒരു കേസിൽ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടും കൂടെ കിട്ടും അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭീകരമായിട്ടുള്ള കമന്റ്സ് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കൊല്ലുവാണ്. അതോടൊപ്പം തന്നെ അവര് മെസ്സേജസ് ഒക്കെ അവര് പുറത്തു വിടുന്നത്, നിങ്ങളെ ഇനി ആര് പരാതി നൽകിയാലും ഞങ്ങൾ ഇതേപോലെ ഇതൊക്കെ പരസ്യപ്പെടുത്തി പ്രതിരോധിക്കും, കാരണം നിങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ചാറ്റ് ഒക്കെ പുറത്തു വിടുന്നത്. അത് ശരിക്കും ഒരുതരം ഇനിയും പരാതിക്കാരുണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 3 എണ്ണമല്ല, 3-ലധികം ഉണ്ട്. അത് മൂന്നാമത്തെ അതിജീവിതം അത് പറയുന്നുണ്ട്. അവര് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത് വലിയൊരു ട്രാപ്പാണ്. നമുക്ക് 1 or 2 ഒക്കെയാണ് നമുക്ക് അത് അബദ്ധം അല്ലെങ്കിൽ ജീവിതം അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയാം. പക്ഷെ ഇത് കൃത്യമായിട്ടൊരു ഒരേ ഒരു പാറ്റേൺ ഉണ്ടാക്കി അതിലൂടെ തന്നെ പെൺകുട്ടികളെ ചീറ്റ് ചെയ്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവര് ജീവിതത്തിൽ പ്രശ്നമുള്ള ആൾക്കാരെ ആണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിഷമമുള്ളതോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതോ അങ്ങനെ. പക്ഷെ ഇവരെല്ലാം ഒരേപോലെ അവർ ട്രാപ്പ് ചെയ്തു, ഒരേപോലത്തെ ആൾക്കാരെ ട്രാപ്പ് ചെയ്തു. എല്ലാവരോടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇനി എത്ര പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്? എനിക്ക് ഈ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് അറിയാൻ പറ്റിയത് ഇതിനകത്തൊരു മുൻ MP-യുടെ മകളൊക്കെ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാൻ അവർക്കൊന്നും താല്പര്യമില്ല. കാരണം അതൊന്നും കല്യാണം കഴിക്കാത്ത കുട്ടികളാണ്, ചെറിയ കുട്ടികളായതുകൊണ്ടും അവരുടേതായിട്ടുള്ള ഒരു പ്രൊഫഷൻ നേടിയവരുമാണ്. അപ്പൊ ഇനി ഒരു പൊതുമുഖത്ത് വന്ന് അവർക്ക് അതൊരു യുദ്ധമായിട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. അപ്പൊ എത്രയോ പേരെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഫെനി നൈനാന്റെ ഈ മെസ്സേജ് പുറത്തുവിടുന്നതിൽ ഞാൻ കാണുന്നു. പിന്നെ ഇന്നത്തെ വോയിസ് മെസ്സേജ് അതിജീവിതയുടെ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം അത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. എന്തിനാണ് അത് ഇന്നലെ ആ ഒരു വോയിസ് ചാറ്റ് അല്ല മെസ്സേജ് വെച്ചിട്ട് ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീണ്ടും കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ടും അവര് വീണ്ടും സെക്സിന് വേണ്ടി ഇയാളെ സമീപിക്കുന്നു എന്നുള്ള രീതിയിൽ വരെ അതിനെ ആക്കി കളഞ്ഞു. എന്തൊരു വൃത്തികെട്ട സമൂഹമാണ്. ഒരു കണക്കിന് നമ്മൾ വരും തലമുറയ്ക്ക് പഠിപ്പിക്കാൻ ഒരു കാര്യം കൂടിയായി. ഇത്ര നമ്മൾ പ്രതിരോധിക്കേണ്ടി വരും ഈ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഇതും കൂടിയൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ പഠിക്കണം എന്നുള്ളൊരു മെസ്സേജും കൂടെ നമ്മൾ കൊടുക്കണം. അതാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സ്റ്റോറീസ് ആണെന്ന് അറിയാവോ? നമുക്കൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ വയ്യ. എന്ന് വെച്ചാൽ കമന്റ്സ് ആ പെൺകുട്ടിക്കെതിരെ എവിടെയെങ്കിലും അതിന്റെ ഒരു പേരോ എന്തെങ്കിലും ഒരു ന്യൂസോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ചോട്ട് കൊണ്ടെഴുതുന്ന കമന്റ്സ് അത് ഭയങ്കര ഭീകരമാണ്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇത്രയും. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും പ്രതിരോധം എടുക്കുന്നത്? അയാൾ രാഷ്ട്രീയത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടും അയാളെ തിരിച്ച് രാഷ്ട്രീയത്തിൽ വരും എന്ന് തന്നെ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറയിപ്പിക്കുന്നതായിരിക്കും, പക്ഷെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും ഒരു വൃത്തികേട് അയാളെന്ന് ഒരിക്കലും ഇനി ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒന്നിലും ഒരു പൊതുസമൂഹത്തിലും അയാളെ നമ്മൾ ഉൾക്കൊള്ളരുത്. അയാളെ തള്ളിക്കളയണം. എല്ലാ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നും അയാളെ തള്ളിക്കളയണം. കാരണം ഇതൊരു മനോവൈകൃതവും ഒരു ശീലമൊക്കെയാണ്. ഇവർ ഇനിയും മനുഷ്യർ ഇതുപോലെ ട്രാപ്പ് ചെയ്യും. അവരുടെയൊക്കെ കൂടെ എന്തോരം അവരെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലെ പെണ്ണുങ്ങൾ തന്നെ കണ്ടില്ല, ജനപ്രതിനിധികൾ. ഇന്നലെ ഒരു സ്ത്രീ പത്തനംതിട്ട അവര് പരസ്യമായിട്ട് അവരെ കമന്റ് ഇട്ടത്, സ്റ്റേറ്റ്മെന്റും വീഡിയോ ഒക്കെ കൊടുത്തത് കണ്ടില്ലേ? അതിജീവിതൻ എന്നാണ് പറയുന്നത്. ഇത്രയും പെണ്ണുങ്ങളെ നശിപ്പിച്ചിട്ട് ജീവിതം നശിപ്പിക്കുവാണ്, കരിയർ നശിപ്പിക്കുവാണ്. അവർക്ക് ഒരു സ്ഥലത്തും സമാധാനമായിട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. അവരെ അങ്ങനെ നശിപ്പിച്ച മനുഷ്യരെ വീണ്ടും സ്ത്രീകൾ വരെ മുന്നിട്ട് നിന്ന് വീഡിയോ രൂപത്തിൽ, അതും ജനപ്രതിനിധികൾ, ഈ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവരൊക്കെ പെരുമാറുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഒരിക്കലും ഒരു അതിജീവിതനല്ല. അയാൾ ഇത്രയും പെൺകുട്ടികളുടെ ജീവിതം പ്ലാൻ ചെയ്ത് നശിപ്പിച്ച ഒരാളാണ്. ഇത്രയും ഒന്നും ആരും
മുമ്പോട്ടേക്ക് പോകുന്ന അയാൾ കരുതി കാണത്തില്ല. അതാണ് അയാൾക്കിപ്പം. എന്നിട്ടും ധൈര്യം കണ്ടില്ലേ, ഒന്നും അല്ലാത്ത പോലെ. ഞാൻ ഇലക്ഷന് പേഴ്സണലി വ്യക്തിപരമായിട്ട് മത്സരിച്ചാൽ പോലും ജയിക്കും എന്നുള്ള അയാളുടെ ഒരു കോൺഫിഡൻസ് നോക്കുക. അയാളൊരു കുറ്റവാളി ആണെന്ന് പോലും അയാൾ അംഗീകരിക്കുന്നില്ല. കാരണം അത് അയാളുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇവരൊക്കെ ഈ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടും. ഇനി വേണമെങ്കിൽ കൊന്നു തന്നെ കളയും അതിജീവിതമാരെ, ഇനി ജീവിപ്പിക്കുക എന്നുള്ളത് തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഇനി പരാതി കൊടുക്കാനുള്ളവരും സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.